മുഖം മുഴുവൻ മറച്ചിരുന്ന ആ ഭാരമുള്ള വെയിൽ കാരണം വധുവിനെ മാറ്റിയ കാര്യം അർമാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. വിവാഹ ചടങ്ങുകളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ അവൻ അതൊക്കെ കഴിഞ്ഞതും വീണ്ടും ഫോണിലും ജോലിയിലും മുഴുകിപ്പോയി. വലിയ മുതലാളി, ഈ ഫയലിൽ ഈ പെൺകുട്ടിയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും ഉണ്ട്. അതേസമയം ആസ്തയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്താൻ അർമാന്റെ മുത്തച്ഛനായ ആലോക് സിംഘാനിയ അവളുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫയൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആസ്തയുടെ മാതാപിതാക്കളുടെ വിവരങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണ് പതിഞ്ഞത്. ഭീകരമായ ഒരു അപകടത്തിൽ മരിച്ചവരായിരുന്നു അവർ. അത് കണ്ട നിമിഷം അദ്ദേഹം ഞെട്ടി നിശ്ചലനായി. സ്വയം മുറുമുറുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചത് 2-3 ദിവസത്തിനുള്ളിൽ ഇവളെ ഡിവോഴ്സ് ചെയ്ത് സ്വതന്ത്രയാക്കാമെന്നാണ്. പക്ഷെ ഇനി അങ്ങനെയില്ല. ഈ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അർമാൻ സിംഘാനിയയുടെ ഭാര്യയായി. റൂമിനകത്ത് നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേട്ട അർമാന്റെ മുത്തച്ഛൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് വളരെ നിഷ്കളങ്കയും സാധാരണക്കാരിയുമായ പക്ഷെ അതീവ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേരാണ് ആസ്ത. ഇത് കണ്ടതും അലോക് സിംഘാനിയ ദേഷ്യത്തോടെ ഗർജിച്ചു. പ്രിയങ്ക എവിടെയാ? പ്രിയങ്ക ഒളിച്ചോടി സർ. ഈ ആസ്ത തന്നെയാ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഞാനൊന്നും ചെയ്തിട്ടില്ല മാമി, പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഈ കല്യാണം നടക്കും. വധു ഒളിച്ചോടിയെങ്കിൽ മറ്റാരെങ്കിലും അവളുടെ സ്ഥാനത്തിരിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അർമാന്റെ ദേഷ്യം എന്താകുമെന്നറിയാലോ. അർമാന്റെ കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല. നഗരത്തിലെ ഏറ്റവും പ്രശസ്തനും വിചിത്ര സ്വഭാവക്കാരനുമായ കോടീശ്വര അവകാശി അർമാൻ സിംഘാനിയ തന്റെ പുതിയ ഭാര്യ ആസ്തയെ കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അയൽവാസികളായ സ്ത്രീകൾ തമ്മിൽ അടക്കം പറയാൻ തുടങ്ങി. അർമാൻ സിംഘാനിയ ശരിക്കും കല്യാണം കഴിച്ചോ? അയാൾക്ക് പെൺകുട്ടികളെ വെറുപ്പല്ലായിരുന്നോ? മെല്ലെ പറഞ്ഞു. അവൻ കേട്ടാലേ ജീവനോട് അവൻ നിന്നെ തീർക്കും. അവൻ എത്ര പേരുടെ വായ അടപ്പിക്കും. ഈ ഭ്രാന്തൻ സിംഘാനിയെക്കുറിച്ചുള്ള സത്യം നഗരം മുഴുവൻ അറിയാം. ഏത് പാവം പെൺകുട്ടിയുടെ ജീവിതമാണോ ഇങ്ങനെ നശിച്ചത്? ഇങ്ങനെ ഒരു മോൺസ്റ്ററുടെ ഭാര്യയായത്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പൊട്ടനല്ല. അർമാന് പെൺകുട്ടികളോട് അതിയായ വെറുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ വെറുപ്പ് കാരണം അർമാൻ സിംഘാനിയയ്ക്ക് പെൺകുട്ടികളെയല്ല ആൺകുട്ടികളെയാണ് ഇഷ്ടമെന്നൊരു അഭ്യൂഹം വരെ പരന്നിരുന്നു. വായ ഉണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഞാൻ ആരാന്നറിയാലോ. എനിക്ക് ദേഷ്യം വന്നാ എന്ത് ചെയ്യുമെന്നും അറിയാലോ. നിന്റെ ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? പുഷ്പ. പുഷ്പയുടെ പേര് കേട്ടതോടെ ആ സ്ത്രീകളുടെ ആത്മാവ് വരെ വിറച്ചു. അവരെ ഞാൻ എന്താ ചെയ്തതെന്ന് മറന്നുപോയെന്ന് തോന്നുന്നു. ഇനി എന്താ നോക്കി നിൽക്കുന്നത്? എന്റെ റൂമിലേക്കും വരണോ? പോ. അർമാന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും സ്ത്രീകൾ പേടിച്ച് സ്വന്തം വീടുകളിലേക്ക് ഓടിക്കയറി. ഒരു മോൺസ്റ്ററിനെ വിവാഹം കഴിക്കണം. അവന്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകണം. ആസ്ത, നിനക്ക് വേറെ വഴിയില്ല. ഈ വിവാഹം നീ കഴിച്ചേ പറ്റൂ. എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ആകാനുള്ള എന്റെ സ്വപ്നം അങ്ങനെ തന്നെ അവസാനിക്കും. ഇവരെത്ര പവർഫുൾ ആളുകളാണെന്ന് നിനക്കറിയില്ലേ? എന്തും സംഭവിക്കാം. നിന്റെ അമ്മാവന്റെ ജീവൻ പോലും അപകടത്തിലാകും. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന അത്ര സ്വാർത്ഥയാകരുത് നീ. പുഷ്പം പോലെ നിഷ്കളങ്കയും സുന്ദരിയുമായ ആസ്തയെ ഒരു വധുവിനെ പോലെ ഒരുക്കിയിരുന്നു. ആരും കണ്ടാൽ കണ്ണു മാറ്റാനാകാത്തത്ര ഭംഗിയായിരുന്നു അവൾക്ക്. മറുവശത്ത് നിന്നത് ഹാൻസം മോൺസ്റ്റർ. പക്ഷെ എങ്ങനെയായിരിക്കും ഈ കല്യാണം നടന്നത്? കഥയുടെ ബാക്കി കേൾക്കാം. പ്രിയങ്ക ചേച്ചി, നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ എങ്ങനെ വരാതിരിക്കാനാ? മുത്തശ്ശി, ഇന്നലെയാണ് ആസ്ത തന്റെ മാമിയുടെ മകളുടെ കല്യാണത്തിനായി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് സന്തോഷത്തോടെ വന്നത്. കുഞ്ഞുകാലം മുതൽ അനാഥയായിരുന്ന ആസ്തയെ വളർത്തിയത് അവളുടെ മുത്തശ്ശിയായിരുന്നു. പഠിച്ചൊരു ഡോക്ടർ ആകണമെന്നതായിരുന്നു അവളുടെ ഏക സ്വപ്നം. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് ആസ്ത ഇവിടെ വധുവായത്? ഇന്ന് ബാംഗ്ലൂർ നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെയും ക്യാമറ ഫ്ലാഷുകളുടെയും നടുവിൽ രാജ്യത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനായ അർമാൻ സിംഘാനിയയുടെ വിവാഹദിനമായിരുന്നു. പക്ഷേ മണ്ഡപത്തിൽ നിൽക്കുന്ന വരൻ തന്റെ വധുവിനെ കാത്തിരിക്കുന്നതിന് പകരം ലാപ്ടോപ്പിലും ഫോണിലും തിരക്കിലായിരുന്നു.
മുഹൂർത്ത സമയം കഴിഞ്ഞു പോവുകയാണ്. വധുവിനെ വിളിക്കൂ. മകളെ വിളിക്കേ. ശരി, ഇപ്പൊ വിളിക്കാം. അർമാന്റെ വധുവായ പ്രിയങ്കയെ തിരഞ്ഞെടുത്തത് അർമാന്റെ മുത്തച്ഛനായ ആലോക് സിംഘാനി ആയിരുന്നു. അവരുടെ ഓഫീസിലെ ഒരു ക്ലർക്കായ മനോജ് മൽഹോത്രയുടെ മകളായിരുന്നു പ്രിയങ്ക. വളരെ സാധാരണ ഭംഗിയുള്ള പ്രിയങ്ക അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ ഇന്ന് മനോജ് തന്റെ മകളുടെ റൂമിലേക്ക് കയറിയപ്പോൾ അയാളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചുപോയി. മണ്ഡപത്തിലേക്ക് വരാനിരിക്കെ പ്രിയങ്കയെ കാണാതായിരിക്കുന്നു. അപ്പോഴേക്കും അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. പ്രിയങ്ക, എന്താ നീ ചെയ്തത്? ഇത് മനസ്സിലായതോടെ അവളുടെ മാതാപിതാക്കളുടെ കാലുകൾ വരെ വിറയ്ക്കാൻ തുടങ്ങി. ഇതിനോടകം തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ആലോക് സിംഘാനിയ റൂമിലേക്ക് നടന്നു വന്നു. ഏയ്, പെൺകുട്ടി റെഡി ആയോ അതോ ഇല്ലേ? ആയി, റെഡി ആവാ. ഇപ്പൊ തന്നെ പുറത്തേക്ക് വരും. നിങ്ങൾ പോയിക്കോ. പക്ഷേ ആ കള്ളം അധിക നേരം നിലനിന്നില്ല. റൂമിനകത്ത് നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേട്ട അർമാന്റെ മുത്തച്ഛൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് വളരെ നിഷ്കളങ്കയും സാധാരണക്കാരിയുമായ പക്ഷെ അതീവ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേരാണ് ആസ്ത. ഇത് കണ്ടതും അലോക് സിംഘാനിയ ദേഷ്യത്തോടെ ഗർജിച്ചു. പ്രിയങ്ക എവിടെയാ? പ്രിയങ്ക ഒളിച്ചോടി സർ. ഈ ആസ്ത തന്നെയാ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഞാനൊന്നും ചെയ്തിട്ടില്ല മാമി, പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഈ കല്യാണം നടക്കും. വധു ഒളിച്ചോടിയെങ്കിൽ മറ്റാരെങ്കിലും അവളുടെ സ്ഥാനത്തിരിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അർമാന്റെ ദേഷ്യം എന്താകുമെന്നറിയാലോ. അർമാന്റെ കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല. സത്യത്തിൽ അർമാന് പെൺകുട്ടികളെ വെറുപ്പായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നതായി നാടകം കളിച്ചാണ് ആലോക് സിംഘാനി അവനെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. വധുവിനെ കാണാതായ കാര്യം അവൻ ഇപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ അർമാന്റെ ദേഷ്യം എല്ലാവരെയും ചാരമാക്കി മാറ്റുമായിരുന്നു. അതുകൊണ്ട് വധുവിന്റെ അമ്മയായ സീമ ആസ്തയെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം നീ കാരണോ സംഭവിച്ചത്. ഇതിന്റെ വില നീ തന്നെ കൊടുക്കണം. കേട്ടോ ആസ്ത, ഇനി നീയാണ് അർമാന്റെ വധു, മനസ്സിലായോ? എനിക്ക് കല്യാണം വേണ്ട മാമി, പ്ലീസ് എന്നെ എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ വിട് പ്ലീസ്. മാത്രമല്ല പ്രിയങ്ക ചേച്ചി പറഞ്ഞിരുന്നു അയാള്. മിണ്ടാതിരിക്കെ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ആസ്ത കരഞ്ഞു, നിലവിളിച്ചു. പക്ഷെ അവളെ കേൾക്കാൻ ആരും തയ്യാറായില്ല. ആ നിമിഷം അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമല്ലായിരുന്നു, സിംഘാനിയ എംപയറിന്റെ മങ്ങാത്ത പേരിന്റെ കാര്യമായിരുന്നു. ആസ്ത, നീ ഈ വിവാഹത്തിന് തയ്യാറായേ പറ്റൂ. അല്ലെങ്കിൽ അർമാൻ സിംഘാനിയ നമ്മളെ എല്ലാം കൊന്നൊടുക്കും. അവൻ എത്ര അപകടകാരിയാണെന്ന് നിനക്കറിയില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയും ബാക്കിയില്ലാതെ ആസ്തയെ വേഗത്തിൽ ഭാരമുള്ള ഒരു ബ്രൈഡൽ വേഷം അണിയിച്ചു. പിന്നെ അവളുടെ മുഖം മുഴുവൻ മറയ്ക്കുന്ന പോലെ നീളമുള്ള ഒരു ഷോൾ അവളുടെ മുഖത്തൂടെ ഇട്ടു. കൈ മുന്നോട്ട് നീട്ടൂ. മുഖം മുഴുവൻ മറച്ചിരുന്ന ആ ഭാരമുള്ള വെയിൽ കാരണം വധുവിനെ മാറ്റിയ കാര്യം അർമാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. വിവാഹ ചടങ്ങുകളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ അവൻ അതൊക്കെ കഴിഞ്ഞതും വീണ്ടും ഫോണിലും ജോലിയിലും മുഴുകിപ്പോയി. വലിയ മുതലാളി, ഈ ഫയലിൽ ഈ പെൺകുട്ടിയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും ഉണ്ട്. അതേസമയം ആസ്തയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്താൻ അർമാന്റെ മുത്തച്ഛനായ ആലോക് സിംഘാനിയ അവളുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫയൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആസ്തയുടെ മാതാപിതാക്കളുടെ വിവരങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണ് പതിഞ്ഞത്. ഭീകരമായ ഒരു അപകടത്തിൽ മരിച്ചവരായിരുന്നു അവർ. അത് കണ്ട നിമിഷം അദ്ദേഹം ഞെട്ടി നിശ്ചലനായി. സ്വയം മുറുമുറുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചത് 2-3 ദിവസത്തിനുള്ളിൽ ഇവളെ ഡിവോഴ്സ് ചെയ്ത് സ്വതന്ത്രയാക്കാമെന്നാണ്. പക്ഷേ ഇനി അങ്ങനെയില്ല. ഈ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അർമാൻ സിംഘാനിയയുടെ ഭാര്യയായിരിക്കും. അങ്ങനെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആസ്തയെ കൂട്ടിക്കൊണ്ട് വിവാഹ ഘോഷയാത്ര സിംഘാനിയ മാൻഷന്റെ വലിയ ഗേറ്റിന് മുന്നിലെത്തി. അർമാൻ ആരെയും കാത്തു നിൽക്കാതെ വേഗത്തിൽ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ അവന്റെ മുത്തച്ഛൻ അവനെ തടഞ്ഞു.
അർമാൻ, കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കയറാൻ പാടില്ല. മരുമകളെ കൂടെ കൂട്ടി അകത്തേക്ക് കൊണ്ടുവരണം. ഓ, നിന്റെ ഭാര്യയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അർമാന് സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടത് അവന്റെ മുത്തച്ഛനെയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് അവൻ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. സിംഘാനിയ മാൻഷനിലേക്ക് കാലെടുത്തു വെക്കുക എന്നത് എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണെന്ന് ആളുകൾ പറയും. പക്ഷെ ആസ്തയ്ക്ക് അതൊരു സ്വപ്നത്തിന്റെ തുടക്കമല്ലായിരുന്നു, അവളുടെ നാശത്തിന്റെ കവാടമായിരുന്നു. ആസ്ത ഇപ്പോഴും അവളുടെ മുഖത്ത് നിന്നും ഷോൾ മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവൾക്കൊന്നും വ്യക്തമായി കാണാനായില്ല. അർമാൻ വലിയ വേഗത്തിലും ദേഷ്യത്തോടെയും അവളെ എടുത്ത് അകത്തേക്ക് നടന്നു. അവർ അകത്തേക്ക് കയറുന്നത് കണ്ടതും അർമാന്റെ അനിയനും കുറച്ച് ഫ്രണ്ട്സും ഹാളിൽ കൂടി വിസിലടിക്കാനും കളിയാക്കാനും തുടങ്ങി. പക്ഷേ ലിവിംഗ് റൂം കടന്ന നിമിഷം തന്നെ അർമാൻ ദേഷ്യത്തോടെ ആസ്തയെ തള്ളി. ഇനി ഒരു തരത്തിലുള്ള നാടകത്തിനും ഞാനില്ലെന്നും പറഞ്ഞ് അർമാൻ തന്റെ സ്റ്റഡി റൂമിലേക്ക് കയറി വാതിലടച്ചു. ആഹാ മോനെ. യെസ് ഗ്രാൻഡ്പാ. എടത്തി വരൂ, ഞാൻ നിങ്ങളുടെ റൂം കാണിച്ചു തരാം. മുത്തച്ഛന്റെ സിഗ്നൽ കിട്ടിയതോടെ അർമാന്റെ സഹോദരനായ അഹാൻ ആസ്തയെ അർമാന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് വരൂ എട്ടത്തി. വെൽക്കം. ഇതാണ് നിങ്ങളുടെ റൂം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബെല്ലൊന്ന് അമർത്തിയാൽ മതി. ആരെങ്കിലും ഉടനെ വരും. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ആസ്ത റൂമിനകത്ത് കയറിയതും ഒരു ദീർഘനിശ്വാസം വിട്ടു. ആദ്യമായാണ് അവൾ പുതിയ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നത്. അവൾ വാതിൽ അകത്തു നിന്ന് അടച്ചതും അത് ഓട്ടോമാറ്റിക്കായി വലിയ ശബ്ദത്തോടെ ലോക്കായി. പാവം ആസ്തയ്ക്ക് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ലോക്കിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവൾ പതുക്കെ തന്റെ മുഖം മൂടി മാറ്റി ആഴത്തിൽ ശ്വാസം വിട്ടു. അത്രയും ക്ഷീണിച്ചിരുന്നതിനാൽ കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രി 2 മണിക്ക് തന്റെ ജോലിയെല്ലാം തീർത്ത് അർമാൻ ഉറങ്ങാനായി റൂമിലേക്ക് വന്നു. കട്ടിലിന്റെ ഒരു വശത്ത് മറുവശത്തേക്ക് തിരിഞ്ഞ ആസ്ത ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവളെ കണ്ടതും വെറുപ്പോടെ അർമാൻ പറഞ്ഞു, മുത്തശ്ശൻ എന്തിനാ ഇവളെ എന്റെ റൂമിലേക്ക് അയച്ചത്? എന്തായാലും ഈ വിവാഹം പേരിന് മാത്ര. ഇവളായാലും മറ്റാരായാലും എന്ത് വ്യത്യാസം? ഒരു പെൺകുട്ടിക്കും എന്റെ ജീവിതത്തിലേക്ക് കയറാൻ പറ്റില്ല. ആസ്തയെ എഴുന്നേൽപ്പിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷെ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്നും കേട്ടില്ല. ദേഷ്യം വന്ന അർമാൻ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. വലിയ ശബ്ദത്തോടെ ഗ്ലാസ് പൊട്ടിച്ചിതറിയെങ്കിലും ആസ്ത ഇപ്പോഴും ഉണർന്നില്ല. ഇവളെ ഞാനെന്തിനാ ഇത്ര മൃദുവായി എഴുന്നേൽപ്പിക്കുന്നത്? പെട്ടെന്ന് അർമാൻ തന്റെ പോക്കറ്റിലേക്ക് കൈനീട്ടി. അടുത്ത നിമിഷം തന്നെ അവന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു. അതവൻ അവൾക്ക് നേരെ നീട്ടി ദേഷ്യത്തിൽ ആസ്തയുടെ കട്ടിലിന് സമീപത്തേക്ക് വെടിവെച്ചു. പേടിച്ചു വിറച്ച് ആസ്ത ഞെട്ടി എഴുന്നേറ്റു. വെടിയൊച്ച കേട്ടതും അവന്റെ മുത്തച്ഛൻ ആലോകും അഹാനും ഓടി മുകളിലേക്ക് വന്നു. എന്താ നീ ചെയ്തത്? ആ പെൺകുട്ടിയെ എങ്ങനെ പേടിപ്പിച്ചത് എന്തിനാ? നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം ചെയ്തത്. പക്ഷേ ഈ വിവാഹ ജീവിതം ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. അവളുടെ തലയിൽ ഞാൻ വെടിവെക്കാത്തതിൽ സന്തോഷിക്ക്. അർമാന്റെ വാക്കുകൾ എല്ലാവരുടെയും ചെവിയിലെത്തിയതും റൂം മുഴുവൻ നിശബ്ദമായി. അർമാൻ ഭായ്, ഇത് ശരിയല്ല. ഏട്ടത്തിയെ ഇങ്ങനെ പേടിപ്പിക്കരുത്. ഏയ്, അവൾ നിന്റെ ഏട്ടത്തിയാണെന്ന് ആരാ പറഞ്ഞേ? അവൾ നിന്റെ ഏട്ടത്തി അല്ല. ആഹാ മോനെ, മരുമോളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടോ. ശരി ഗ്രാൻഡ്പാ. മോളെ, നിന്റെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് അയക്കാൻ ഞാൻ പറയാം. വരൂ, എൻ്റെ കൂടെ വരൂ. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. ഞങ്ങൾ നിന്നോട് വലിയൊരു അന്യായമാണ് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? എന്ത് സംഭവിച്ചാലും അതിൽ നിങ്ങളുടെ തെറ്റില്ല. മോളെ, നിനക്ക് അർമാനെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞ ഡോക്ടർ ആകണമെന്നുള്ള നിന്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു തരാമെന്ന് ഞാൻ വാക്ക് തരാം. ഇതെന്റെ വാഗ്ദാനമാണ്. ഇത് കേട്ടതും ആസ്തയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം തെളിഞ്ഞു. എനിക്കറിയാം മോളെ, ഇത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഇപ്പൊ വൈകി.
നിന്റെ സ്യൂട്ട് കേസ് ഞാൻ അയക്കാൻ പറയാം. ഡ്രസ്സ് മാറി ഇവിടെ വിശ്രമിക്കൂ. എന്തായാലും നാളെ രാവിലെ അർമാൻ ഒരു ബിസിനസ് ഡീലിനായി പാരീസിലേക്ക് പോവാ. ഇത് കേട്ടതും ആസ്ത ഒരു ദീർഘനിശ്വാസം വിട്ടു. പിറ്റേ ദിവസം രാവിലെ ആദ്യമായി ആ നഗരത്തിലെ പ്രഭാതം അവൾക്ക് മനോഹരമായി തോന്നി. അവൾ പതുക്കെ ഗാർഡൻ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഫോർമൽ പാന്റും ഷർട്ടും ധരിച്ച ഒരാളെ അവൾ കണ്ടു. വലിയൊരു കത്രിക പിടിച്ച് ചെടികളുടെ കൊമ്പുകൾ മുറിക്കുകയായിരുന്നു അയാൾ. ദൈവമേ, ഇതേതെങ്കിലും ഭ്രാന്തൻ ഗാർഡനർ ആണോ? അർമാന്റെ വില കൂടിയ ചെടികൾ അയാളെ നശിപ്പിക്കുന്നത്. ഇത് അർമാൻ അറിഞ്ഞാൽ ഇയാളുടെ കാര്യം തീർന്നു. ഏയ്, എന്താ നിങ്ങൾ ചെയ്യുന്നേ? ആ മനുഷ്യൻ ആസ്തയുടെ നേരെ തിരിഞ്ഞു. അവന്റെ ആഴമുള്ള കറുത്ത കണ്ണുകൾ അവളെ തുളച്ചു കയറുന്നതുപോലെ തോന്നി. ഒരു നിമിഷം അവളുടെ ഹൃദയം നിശ്ചലമായി. ഞാൻ നിങ്ങളെ ആ തോക്കുപിടിച്ച മോൺസ്റ്ററിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണോ? ആ മനുഷ്യൻ മറ്റാരും അല്ലായിരുന്നു, അത് അർമാൻ തന്നെയായിരുന്നു. രാവിലെ അവൻ പാരീസിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നെങ്കിലും മോശം കാലാവസ്ഥ കാരണം മീറ്റിംഗ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിരുന്നു. അർമാന് ഒരേയൊരു ഹോബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെടികൾ നട്ടു വളർത്തുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നത്. പാവം ആസ്തയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആസ്ത ആരാണെന്ന സത്യം അർമാനും അറിയില്ലായിരുന്നു. നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ഇപ്പോഴും സമയമുണ്ട്. ബാഗ് എടുത്ത് ഇവിടുന്ന് ഓടിപ്പോ. ആ മോൺസ്റ്റർ അറിഞ്ഞാലേ നിന്നെ ജീവനോടെ വിടില്ല. പെട്ടെന്ന് അർമാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ആ കത്രിക വലിച്ചെറിഞ്ഞ് ആസ്തയുടെ കൈ പിടിച്ച് അവളെ തന്റെ അടുത്തേക്ക് വലിച്ചു. ഇപ്പോൾ ആസ്ത അവനോട് വളരെ അടുത്തായിരുന്നു. ഒരു നിമിഷം അർമാൻ പോലും അവളുടെ സൗന്ദര്യത്തിൽ മുഴുകിപ്പോയി. എന്റെ കൈ പിടിക്കാൻ നിനക്ക് എത്ര ധൈര്യം വന്നു? പണിയെടുക്കാൻ വന്ന അതുപോലെ നിൽക്കും, മനസ്സിലായോ? നീ എന്നെ സെർവന്റ് എന്ന് വിളിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ആഹാ, ഇപ്പൊ ലോകത്തെ നന്മ എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ നിന്നെ ആ തോക്കുകാരൻ മോൺസ്റ്ററിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുക. അപ്പൊ നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? ത്രട്ടൻ ചെയ്യുന്ന എന്ത് ത്രട്ട്? ദൈവമേ, ഈ വീട്ടിൽ ആ മോൺസ്റ്റർ തന്റെ അതേ സ്വഭാവമുള്ള ആളുകളെ തന്നെയാണോ ജോലിക്കും വെച്ചത്? ത്രട്ട് എന്നാല് ഭീഷണി. ഞാൻ ഇവിടെ നിന്നെ രക്ഷിക്കാൻ നോക്കുമ്പോഴേ നീ എന്റെ മുന്നിൽ ആളാവാൻ നോക്കാണോ? ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അർമാൻ കണ്ണടയ്ക്കാതെ ആസ്തയെ നോക്കി നിന്നു. ആസ്ത തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ അഹാൻ നിൽക്കുന്നത് കണ്ടു. ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ തിരിച്ചെത്തിയതായിരുന്നു അവൻ. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ആരോടാ സംസാരിക്കുന്നത്? ആദ്യം അഹാൻ കണ്ടത് ആസ്ത മാത്രം സംസാരിക്കുന്നതായിരുന്നു. പക്ഷെ മുന്നോട്ട് നടന്ന അർമാനെ കണ്ട നിമിഷം അവന്റെ ഹൃദയം നിലച്ചു. ശരീരം മുഴുവൻ വിയർപ്പിൽ മുങ്ങി. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, മാഡം പ്ലീസ് അകത്തേക്ക് വരൂ. ഇത്ര വലിയ ചതിയാണല്ലേ അഹാൻ? എന്തിനാണ് ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? തന്റെ വിവാഹം പ്രിയങ്കയുമായല്ല ആസ്തയുമായാണ് നടന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന മുത്തച്ഛന്റെ വാക്കുകൾ അഹാൻ ഓർത്തു. പക്ഷേ അഹാൻ അറിയാതെ ആ സത്യം പുറത്തു പറഞ്ഞിരുന്നു. ബ്രദർ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു അവസരം മാത്രം തരൂ. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം വേറൊരു പെൺകുട്ടിയോടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അഹാൻ വിവാഹത്തിന്റെ മുഴുവൻ സത്യവും അർമാനോട് പറഞ്ഞു തുടങ്ങിയതോടെ ദേഷ്യം കൊണ്ട് അർമാന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. താൻ വഴക്കിട്ടത് അർമാനോടാണെന്ന് മനസ്സിലായ നിമിഷം ആസ്തയുടെ മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. പക്ഷെ അതിനോടകം സമയം വളരെ വൈകിയിരുന്നു. അർമാൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഗൺ പുറത്തെടുത്തു. അർമാൻ, എന്താ നിങ്ങൾ ചെയ്യുന്നേ? എന്നോട് കള്ളം പറയുകയും ചതിക്കുകയും ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാ. നീ എന്നെ ചതിച്ചിരിക്കുന്നു. അതും പറഞ്ഞ് അർമാൻ ട്രിഗർ വലിച്ചു. പേടിച്ചു വിറച്ച ആസ്ത വലിയൊരു നിലവിളിയോടെ അവിടെ തന്നെ ബോധം കെട്ടു വീണു. അഹാൻ ആസ്തയെ സോഫയിൽ കിടത്തി തന്റെ സുഹൃത്തായ ധ്രുവിനെ വീട്ടിലേക്ക് വിളിച്ചു. നഗരത്തിലെ പ്രശസ്തനായ സർജനും ഡോക്ടറുമായിരുന്നു ധ്രുവ്. ആസ്തയുടെ അവസ്ഥ കണ്ടതോടെ മുത്തച്ഛൻ അർമാനോട് വിശദീകരിച്ചു പറഞ്ഞു. അർമാൻ മോനെ,
നിന്റെ വിവാഹം പ്രിയങ്കയോടായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ചടങ്ങിന് മുൻപ് അവൾ ഒളിച്ചോടി. കുടുംബത്തിന്റെ മാനക്കേട് ഒഴിവാക്കാൻ അവളുടെ കസിനായ ആസ്തയെ ഞങ്ങൾ മണ്ഡപത്തിൽ ഇരുത്തുകയായിരുന്നു. മുത്തശ്ശ, നിങ്ങൾ വലിയ തെറ്റാ ചെയ്തത്. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതും പറഞ്ഞ് അർമാൻ ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് നടന്നുപോയി. അതേസമയം ധ്രുവ് അവിടെ എത്തി. ആസ്തയെ പരിശോധിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. പേടിക്കേണ്ട കാര്യമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചേട്ടത്തിക്ക് കുറച്ചു കഴിഞ്ഞാൽ ബോധം വരും. ധ്രുവ് അത് പറഞ്ഞു തീർന്നത് മാത്രം അർമാന്റെ റൂമിൽ നിന്ന് വീണ്ടും ഒരു വെടിയൊച്ച കേട്ടു. എല്ലാവരും ഞെട്ടി. അവരോടി അവന്റെ റൂമിലേക്ക് ചെന്നു. അലോക് സിംഘാനിയ മുഴുവൻ വിയർപ്പിൽ മുങ്ങിയിരുന്നു. ഓടാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. റൂമിനകത്ത് കയറിയപ്പോൾ അർമാന്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് അദ്ദേഹം കണ്ടു. അർമാൻ ചേട്ടാ, എന്താ ഇത്? ധ്രുവ്, നോക്ക്. അവിടെ എത്താൻ പോലും പ്രയാസപ്പെട്ടിരുന്ന മുത്തശ്ശൻ അത് കണ്ട നിമിഷം ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. ധ്രുവ്, ആദ്യം മുത്തശ്ശിയെ നോക്ക്. ഗ്രാൻഡ്പാ. മുത്തച്ഛൻ ശ്വാസത്തിനായി പിടയുന്നത് കണ്ടതും ധ്രുവ് ഉടൻ തന്നെ അർമാനോട് കാർ എടുക്കാൻ പറഞ്ഞു. ഗ്രാൻഡ്പാ. അർമാനും ബാക്കിയുള്ളവരും മുത്തശ്ശനെ കൂട്ടി താഴേക്കിറങ്ങി. അപ്പോഴാണ് എല്ലാവരുടെയും കണ്ണ് ആസ്തയിലേക്ക് വീണത്. കാരണം അവൾ ഇപ്പോഴും ഹാളിലെ സോഫയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഒടുവിൽ അർമാന്റെ കണ്ണുകളും ആസ്തയിൽ പതിഞ്ഞു. ദേഷ്യവും വെറുപ്പും നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി. മുത്തശ്ശന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി നീ മാത്രമാണ് ആസ്ത. ഇതിന്റെ വില നീ എന്തായാലും കൊടുക്കേണ്ടി വരും. കുറച്ചു സമയത്തിനകം അവർ നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെത്തി മുത്തച്ഛനെ എമർജൻസി റൂമിലേക്ക് മാറ്റി. വീട്ടിൽ കുറച്ചു കഴിഞ്ഞ ആസ്തയ്ക്ക് ബോധം വന്നു. ചുറ്റുമുള്ള നിശബ്ദത അവളെ ഭയപ്പെടുത്തി. തലഭാരമായി തോന്നി അവൾ വീട് മുഴുവൻ നോക്കി നടന്നു. മുത്തച്ഛ, മുത്തച്ഛ, അഹാൻ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാം. നിങ്ങളാരാ? എന്തിനാ എന്റെ വഴി തടയുന്നേ? മാം, ഞാൻ ദേവ്. ഇപ്പോ വീട്ടിൽ ആരുമില്ല. പിന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും പെർമിഷൻ ഇല്ല. ആരുമില്ലെന്നോ? ഇപ്പോ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുത്തച്ഛൻ എവിടെ? മുത്തച്ഛന്റെ ആരോഗ്യനില പെട്ടെന്ന് മോശമായി. എല്ലാവരും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കാണണം. സോറി മാം, ഞാൻ ഉദ്ദേശിച്ചത് അർമാൻ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ വിടാൻ പറ്റില്ല. എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. ആസ്തയുടെ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ ദേവ് വഴങ്ങി. അവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. അതേസമയം ധ്രുവ് വാർഡിൽ നിന്ന് പുറത്തേക്ക് വന്നു. അർമാൻ ബ്രോ, മുത്തച്ഛന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാ. ഇത് 2ാമത്തെ ഹാർട്ട് അറ്റാക്ക് ആണ്. ഇനി ചെറിയൊരു സ്ട്രെസ് പോലും കൊടുത്താ നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടാ പറയുന്നത്. ധ്രുവ്, എന്റെ മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല. അർമാൻ ബ്രദർ, സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ വാശിയും ദേഷ്യമാണ് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ ജീവനെ അപകടത്തിലാക്കുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അർമാൻ, അവനെ വിട്. ഇത് നിങ്ങൾ പോലും വിശ്വസിക്കില്ല. അർമാന്റെ സുഹൃത്തുക്കളായ ആകാശും സുമിത്തും ഇടപെട്ടു. അർമാൻ പൂർണ്ണമായി തകർന്നിരുന്നു. അവൻ ഒറ്റയ്ക്ക് ഒരു മതിലിന് സമീപം നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മറുവശത്ത് നിന്ന് ഓടിയെത്തിയ ആസ്ത നേരെ അർമാനെ ഇടിച്ചത്. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ തീ പോലെ ദേഷ്യത്തോടെ നിൽക്കുന്ന അർമാൻ സിംഘാനിയെ കണ്ടു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ മുത്തച്ഛനെ കാണാൻ വന്നതാ. മുത്തച്ഛനെ മരണത്തിന്റെ വക്കിലെത്തിച്ചിട്ടും ഇനിയും ഇവിടെ വന്ന് സീനുണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം? ആസ്ത പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. താൻ വിവാഹം കഴിച്ച മനുഷ്യൻ ഇത്രയും കല്ലുപോലൊരു ഹൃദയമുള്ളവനായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നെ മുത്തച്ഛനെ ഒന്ന് കാണാൻ അനുവദിക്കൂ, പ്ലീസ്. മുത്തച്ഛന്റെ പേര് പോലും നീ പറയണ്ട. പിന്നെ നിന്റെ ഈ സൗന്ദര്യത്തിന്റെ വല വീശി എന്റെ കുടുംബത്തെ നിയന്ത്രിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നിന്റെ സൗന്ദര്യത്തിന്റെ വല വേറെ എവിടെയെങ്കിലും പോയി വീശ്. അത് എന്റെ അടുത്ത് വർക്കാവില്ല. ആസ്ത എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ദേവിന്റെ ശബ്ദം കേട്ടത്. ബോസ്, മുത്തച്ഛന് ബോധം വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുമെന്ന് പറയുന്നു. അർമാൻ ആസ്തയുടെ കൈ തട്ടിമാറ്റി വാർഡിനുള്ളിലേക്ക് മുത്തച്ഛനെ കാണാൻ പോയി. അവൻ ബെഡിന്റെ അടുത്തെത്തിയതും, അർമാൻ മോനെ, നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ ആസ്ത ഈ വീട്ടിലെ മരുമകളാ. നീ അവളെ സ്വീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശ, ആ പെൺകുട്ടി ഒരിക്കലും എന്റെ ജീവിതത്തിന്റെ ഭാഗമാവില്ല. അർമാൻ ചേട്ടാ, എന്താ ഈ പറയുന്നത്? ചേട്ടത്തി പുറത്തു നിൽക്കുന്നുണ്ട്. ആരുടെ ചേട്ടത്തി? അവള് നിന്റെ ചേട്ടത്തി അല്ല. ഞാൻ വ്യക്തമായി പറയാ,
അവളുമായി എനിക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. മുത്തച്ഛന്റെ കണ്ണുകളിൽ വിചിത്രമായ ഒരു ദേഷ്യവും ഉറച്ച തീരുമാനവും തെളിഞ്ഞു. മോനെ നോക്ക്, ആസ്ത പുറത്തു നിൽക്ക. നീ എന്റെ മരുമകളെ അകത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള അവകാശം പോലും ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കളയും. ഇത് കേട്ടതും റൂം മുഴുവൻ നിശബ്ദമായി. ദേഷ്യം കൊണ്ട് അർമാന്റെ മുഖം ചുവന്നു. അവളെ അകത്തേക്ക് കൊണ്ടുപോവാ. അർമാൻ ഭായ്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗ്രാൻഡ് പേ ഇപ്പോ ഏട്ടത്തിയോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. അവരെ വേർപെടുത്തിയ ആ സ്ട്രെസ് അദ്ദേഹത്തെ ഇല്ലാതാക്കും. നിങ്ങളുടെ ദേഷ്യത്തിനായി ശരിക്കും അദ്ദേഹത്തിന്റെ ജീവൻ റിസ്ക് ചെയ്യണം. ഒരു തവണയെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറ്. ഈ പെൺകുട്ടിക്ക് മുത്തശ്ശനെ സന്തോഷത്തോടെ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ എൻ്റെ രീതിയിൽ ഉപയോഗിക്കും. സമ്മതിക്കാതെ വയ്യ. നീ വന്നത് മുതൽ എൻ്റെ വീട്ടിലെ ഏറ്റവും വീക്ക് പോയിന്റ് നീ സ്വന്തമാക്കി. മുത്തശ്ശൻ ഈ ഹോസ്പിറ്റലിൽ കഴിയുന്ന അത്രയും നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കണം. ഒരു കണ്ണുനീർ പോലും താഴെ വീണാൽ, ഒരു തുള്ളിയെങ്കിലും വീണാൽ നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും. മുഖം ശരിയാക്കി അകത്തേക്ക് വാ. അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ ആസ്ത കണ്ണുനീർ തുടച്ച് അർമാന്റെ പിന്നാലെ റൂമിനകത്തേക്ക് നടന്നു. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് ആസ്തയുടെ കൈ പിടിച്ചു. ഒരു മൂലയിൽ നിന്ന് അർമാൻ മുത്തച്ഛനെയും ആസ്തയെയും നോക്കി നിന്നു. ഈ പെൺകുട്ടി എന്ത് മാജിക്കാ ചെയ്തത്? മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരെയും തന്റെ വശത്താക്കി. ഇവളെ ഞാൻ പിന്നീട് നോക്കിക്കോളാം. ചേട്ടത്തി, നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആകാശ്, ദ ഗ്രേറ്റ് ധ്രുവിന്റെ ട്രീറ്റ്മെന്റിന് സംശയമാണോ നിനക്ക്? ഞാൻ വെറുതെ ചോദിച്ചതാ. ചേട്ടത്തി പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്. ആകാശ്, ധ്രുവ് പറയുന്നത് ശരിയാ. ഇപ്പൊ എനിക്ക് ഭേദമുണ്ട്. ധ്രുവ്, എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. മുത്തച്ഛനെ വേഗം സുഖപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരണം. ഏട്ടത്തി, ടെൻഷനൊന്നും വേണ്ട. റിപ്പോർട്ട് വരാൻ 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുവരെ നിങ്ങൾ അർമാൻ ബായോടൊപ്പം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ഇത് കേട്ടതും ആസ്തയുടെ മുഖം വെളുത്തുപോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചെങ്കിലും ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല. ആസ്ത, ധ്രുവ് പറയുന്നത് ശരിയാ. നിനക്ക് അസുഖം വന്നാൽ മുത്തശ്ശനെ ആരാ നോക്കുക? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സുമിത്, ഞാൻ കേട്ടത് നീയും കേട്ടോ? എന്റെ ചേട്ടൻ എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു ചേട്ടത്തിയുടെ മാജിക് വർക്കായെന്ന്. ദൈവമേ, ഇന്നെങ്കിലും ഈ മോൺസ്റ്ററിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. വഴിപാടായിട്ട് ഞാൻ 101 തേങ്ങ കൊടുക്കാം. ഇന്നൊന്ന് രക്ഷിക്കണേ. മാൻഷനിലേക്ക് എത്തിയതും പിന്നിലേക്ക് പോലും നോക്കാതെ അർമാൻ അകത്തേക്ക് നടന്നു. ദേവ് ആസ്തയ്ക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. ദേവ്, ബാക്കിയുള്ളവരെപ്പോഴാ തിരികെ വരാന്നറിയോ? പേടിക്കണ്ട മാം, 3 മണിക്കൂറിനുള്ളിൽ എല്ലാവരും എത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്. അർമാനൊപ്പം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് ആസ്ത ഇതെല്ലാം ചോദിക്കുന്നതെന്ന് ദേവിന് മനസ്സിലായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ഒരു സെർവന്റ് അവളുടെ അടുത്തേക്ക് വന്നു. മാം, സാർ നിങ്ങളെ റൂമിലേക്ക് വിളിക്കുന്നു. ആസ്തയുടെ തൊണ്ട വരണ്ടുപോയി. ഇന്നലെ തന്നെ തന്റെ നേരെ വെടിയുതിർത്ത ആ റൂമിലേക്ക് വീണ്ടും കയറാൻ അവൾ സ്വയം ധൈര്യപ്പെടുത്തി. അവൾക്ക് തന്റെ മുത്തശ്ശിയെ ഓർമ്മ വന്നു. വിറയുന്ന കൈകളോടെ അവൾ ഡോർ നോക്ക് ചെയ്തു. വാതിൽ തനിയെ തുറന്നു. അവൾ അകത്തേക്ക് കയറിയ നിമിഷം റൂം മുഴുവൻ നിറഞ്ഞ ഒരു കനത്ത ശബ്ദം കേട്ടു. മുഴുവൻ രാത്രിയും അവിടെ തന്നെ നിൽക്കാനാണ്? ഞാൻ വന്ന് നിന്നെ അകത്തേക്ക് കൊണ്ടുവരണോ? അകത്തേക്ക് വാ. ആസ്ത പതുക്കെ അകത്തേക്ക് നടന്നു. മങ്ങിയ വെളിച്ചത്തിൽ മുങ്ങിയിരുന്നു ആ റൂം. സോഫയിലിരുന്ന അർമാന്റെ കണ്ണുകൾ വേട്ടക്കാരന്റെ കണ്ണുകളെ പോലെ തിളങ്ങുകയായിരുന്നു. ഇന്ന് മുതൽ ഈ വീട്ടിൽ നിന്റെ ജോലി മുത്തച്ഛനെ നോക്കുന്നതായിരിക്കും. ഈ വീട്ടിൽ നിനക്ക് ഒരു കെയർ ടേക്കറിന്റെയും സെർവന്റിന്റെയും സ്ഥാനമേ ഉണ്ടാവൂ. അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ മുത്തച്ഛനും എന്റെ ഫ്രണ്ട്സും ഒന്നും ഇതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാ
ഗ്രാമത്തിലുള്ള നിന്റെ മുത്തശ്ശിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ആസ്തയ്ക്ക് അർമാൻ ഒരു എക്സിക്യൂഷണറെ പോലെ തോന്നി. തലകുനിച്ചു നിന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിശബ്ദമായി ഒഴുകി. അർമാൻ അത് കണ്ടെങ്കിലും അവന്റെ മനസ്സ് ഒട്ടും ഉരുകിയില്ല. ഈ കണ്ണുനീർ എന്റെ മുന്നിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കരഞ്ഞോളൂ. പക്ഷെ മുത്തശ്ശന്റെയോ എന്റെ ഫ്രണ്ട്സിന്റെയോ മുന്നിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴരുത്. അതിന്റെ കോൺസിക്വൻസസ് നല്ലതിനാവില്ലെന്നറിയാലോ. ഗ്രാമത്തിൽ എല്ലാവർക്കും എന്നെ എത്ര ഇഷ്ടമായിരുന്നു. ഈ അപരിചിതൻ മാത്രം എന്തിനാ എന്നെ ഇത്ര വെറുക്കുന്നത്? നിന്റെ സാധനങ്ങൾ എടുത്ത് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ റൂമിലേക്കോ? തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ലോകത്തിന്റെ മുന്നിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതുകൊണ്ട് ഒരേ റൂമിൽ തന്നെ താമസിക്കണം. നീ താഴെ ഫ്ലോറിൽ കിടക്കും, ഞാൻ മുകളിൽ ബെഡിൽ കിടക്കും. അത്രമാത്രം. മുത്തച്ഛൻ നൽകിയ റൂമിലേക്ക് ഓടിയെത്തിയ ആസ്ത പൊട്ടിക്കരഞ്ഞു. പക്ഷെ അപ്പോഴാണ് അർമാന്റെ ഭീഷണി അവൾക്ക് ഓർമ്മ വന്നത്. ഗ്രാമത്തിലുള്ള നിന്റെ മുത്തശ്ശിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. ഇല്ല, ഞാൻ കരയാൻ പാടില്ല. എനിക്ക് ധൈര്യം കാണിക്കണം. മുത്തശ്ശിയുടെയും മുത്തച്ഛന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ആ മോൺസ്റ്ററെ എനിക്ക് നേരിടണം. തന്റെ ചെറിയ ബാഗ് എടുത്ത് ആസ്ത വീണ്ടും അർമാന്റെ റൂമിലേക്ക് തിരിച്ചെത്തി. നിന്റെ സാധനങ്ങൾ ആ കോർണറിൽ വെച്ച് ഇവിടെ ഇരിക്കെ. ഇനി എന്താണ് അവൻ എന്നിൽ നിന്ന് വേണ്ടത്? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ പ്രൊഫൈൽ എടുക്ക്. അതിനുള്ളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. നീ എൻ്റെ കൂടെ ഈ റൂമിൽ കഴിയുന്ന അത്രയും ആ കോൺട്രാക്ട് അനുസരിച്ചായിരിക്കും ജീവിക്കേണ്ടത്. സൈൻ ചെയ്. ഫയലിലുണ്ടായിരുന്ന കോൺട്രാക്ട് പേപ്പേഴ്സ് കണ്ട നിമിഷം ആസ്തയുടെ കണ്ണുകൾ വലുതായി. അവളുടെ മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. ആ പേപ്പേഴ്സിൽ എന്താണ് എഴുതിയിരുന്നത്? എന്ത് കണ്ടിട്ടാണ് ആസ്ത ഇത്രയും ഞെട്ടിയത്? മുത്തശ്ശിയെയും മുത്തശ്ശനെയും രക്ഷിക്കാൻ അവൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? അർമാന്റെ ദേഷ്യത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പഴയ രഹസ്യം എന്താണ്? ആസ്തയുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൾക്ക് അർമാന്റെ കല്ലുപോലുള്ള ഹൃദയമൊരുക്കി ഒരു പ്രണയകഥയ്ക്ക് തുടക്കമിടാൻ കഴിയുമോ? മുഴുവൻ കഥ ഇപ്പോൾ തന്നെ കേൾക്കാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.